ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള PSCയുടെ 10th ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിരുന്നു. 8ാം ക്ലാസ് ലെവലിലുള്ള ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട പോർഷൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ആണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആ പാർട്ട് 1മായി ബന്ധപ്പെട്ടതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിക്കൊണ്ട് ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അത് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് PSCക്ക് പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് 9th ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ആറ്റവും ആറ്റത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ശുദ്ധ പദാർത്ഥത്തിനൊരു ഉദാഹരണമാണ്. എന്താണ് ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണമാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശുദ്ധ പദാർത്ഥം മിശ്രിതമൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ചോദ്യം? ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണമാണ്. ഏതൊക്കെയാണ് ഓപ്ഷൻ? സോഡ വെള്ളം, മണ്ണ്, കാർബൺ ഡൈ ഓക്സൈഡ്, പഞ്ചസാര ലായനി. ഏതാണ് ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണം? യെസ്, ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒരു ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണം. ബാക്കിയുള്ളവയെല്ലാം എന്താണ്? മിശ്രിതങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത് ഏതാണ്? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത് ഓപ്ഷൻസ്: മൈക്കൽ ഫാരഡെ, ഹംഫ്രി ഡേവി, ഹെൻറി കാവൻഡിഷ്, ബെയ്സിലിയസ്. ആരാണ്? യെസ്, ആരാണ്? ഹംഫ്രി ഡേവിയാണ്. ഹംഫ്രി ഡേവിയാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ലഭിക്കുന്നുവെന്ന് കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ ജലം ലഭിക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻസ്: മൈക്കൽ ഫാരഡെ, ഹംഫ്രി ഡേവി, ഹെൻറി കാവൻഡിഷ്, ബെയ്സിലിയസ്. ആരാണ്? യെസ്, ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ലഭിക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത്. ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ: പഞ്ചസാരയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം. പഞ്ചസാരയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം. ഓപ്ഷൻസ്: നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഏതാണ് പഞ്ചസാര അടങ്ങിയിട്ടില്ലാത്തത്? പഞ്ചസാരയുടെ രാസസൂത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? അപ്പൊ അതിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്? ഓപ്ഷൻ എ ആണ്, നൈട്രജൻ അല്ലേ? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ പഞ്ചസാരയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. C12H22O11 ആണ് പഞ്ചസാരയുടെ രാസസൂത്രം. അതിൽ നമുക്ക് ഈ 3 മൂലകങ്ങൾ അതിലുണ്ടെന്നും നൈട്രജൻ അതിലില്ല എന്നും മനസ്സിലാക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? പ്രതീകങ്ങൾ, രാസസൂത്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെട്ട ആധുനിക രസതന്ത്ര ഭാഷ സംഭാവന ചെയ്തത് ആര്? പ്രതീകങ്ങൾ, രാസസൂത്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെട്ട ആധുനിക രസതന്ത്ര ഭാഷ സംഭാവന ചെയ്തത് ആരാണ്? ഓപ്ഷൻസ്: മൈക്കൽ ഫാരഡെ, ഹംഫ്രി ഡേവി, ഹെൻറി കാവൻഡിഷ്, ബെയ്സിലിയസ്. ആരാണ്? ബെയ്സിലിയസ് ആണ് പ്രതീകങ്ങൾ, രാസസൂത്രങ്ങൾ തുടങ്ങിയ ഉൾപ്പെട്ട ആധുനിക രസതന്ത്ര ഭാഷ സംഭാവന ചെയ്തത്. ആരാണ്? ബെയ്സിലിയസ് ആണ്. ഓക്കെ, അപ്പൊ ബെയ്സിലിയസ് ആണ് പ്രതീകങ്ങൾ, രാസസൂത്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെട്ട ആധുനിക രസതന്ത്ര ഭാഷ സംഭാവന ചെയ്തത്. നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ ഓരോ മൂലകങ്ങൾക്കും പ്രത്യേകമായ പ്രതീകങ്ങളുണ്ട്, പിന്നെ രാസസൂത്രങ്ങളുണ്ട്, സംയുക്തങ്ങൾക്ക് രാസസൂത്രങ്ങളുണ്ട്. അവയെല്ലാം സംഭാവന ചെയ്തത് ബെയ്സിലിയസ് ആണ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ: ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ആറ്റം എന്ന പദം
ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ഓപ്ഷൻസ് മൈക്കിൾ ഫാരഡെ, അതുപോലെ തന്നെ ഓസ്റ്റ്വാൾഡ്, ഹെൻറി കാവൻഡിഷ്, ബെഴ്സീലിയസ്. ആരാണ്? യെസ്, ഓസ്റ്റ്വാൾഡ് ആണ് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്. ഓസ്റ്റ്വാൾഡ് ആണ്. ഓക്കെ, ഓസ്റ്റ്വാൾഡ് ആണ് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻസ് മൈക്കിൾ ഫാരഡെ, ഓസ്റ്റ്വാൾഡ്, ജോൺ ഡാൾട്ടൺ, ബെഴ്സീലിയസ്. ആരായിരിക്കും? യെസ്, ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ ആണ് ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ആറ്റം കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാലും ഇതേ ഉത്തരം തന്നെ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത്. അപ്പൊ ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയവയിൽ ദ്വയാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം. താഴെ നൽകിയവയിൽ ദ്വയാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം. നമ്മൾ ഏകാറ്റോമിക തന്മാത്ര, ദ്വയാറ്റോമിക തന്മാത്ര, ബഹു ആറ്റോമിക തന്മാത്രയൊക്കെ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. എങ്കിൽ താഴെ നൽകിയതിൽ ദ്വയാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ് ഹൈഡ്രജൻ, സൾഫർ, ആർഗൺ, സോഡിയം. ഏതാണ്? യെസ്, നമുക്കറിയാം ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് ദ്വയാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം. താഴെ നൽകിയവയിൽ ഹൈഡ്രജൻ ആണ് ദ്വയാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം. സൾഫർ ഏതാണ്? ബഹു ആറ്റോമികമാണ്. ആർഗൺ, സോഡിയം ഒക്കെ ഏകാറ്റോമിക തന്മാത്രയാണ്. ഓക്കെ, ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ആറ്റം, തന്മാത്ര, മൂലകം, ഹൈഡ്രജൻ. ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി തന്മാത്രയാണ് പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്. ഏതാണ്? തന്മാത്രയാണ് പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ. കാരണം നമുക്കറിയാം തന്മാത്രയാണ് എന്ത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് തന്മാത്രയാണ്. അതുകൊണ്ടാണ് അതിന് പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പത്താമത്തെ ക്വസ്റ്റ്യൻ. രാസസംയോജനത്തിന്റെ പ്രഥമ നിയമം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. രാസസംയോജനത്തിന്റെ പ്രഥമ നിയമം, ആദ്യ നിയമം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ മൈക്കിൾ ഫാരഡെ, ഓസ്റ്റ്വാൾഡ്, ജോൺ ഡാൾട്ടൺ, ലാവോസിയെ. ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ലാവോസിയെ ആണ് രാസസംയോജനത്തിലെ പ്രഥമ നിയമം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ നിയമം ഏതായിരുന്നു? മാസ് സംരക്ഷണ നിയമമാണ്. അപ്പോൾ മാസ് സംരക്ഷണ നിയമം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയാണ്. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ നമുക്കറിയാം അഭികാരങ്ങൾ ഉണ്ടായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പദാർത്ഥങ്ങളാണ് അഭികാരകങ്ങൾ. അപ്പോൾ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ അതേതാണ്? ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അഭികാരകത്തിന്റെ മാസും ഉൽപ്പന്നത്തിന്റെ മാസും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും തുല്യമായിരിക്കും. അതാണ് മാസ് സംരക്ഷണ നിയമം പറയുന്നത്. അത് കണ്ടുപിടിച്ചത് ലാവോസിയാണ്. മാസ് സംരക്ഷണ നിയമം അല്ലെങ്കിൽ പിണ്ഡ സംരക്ഷണ നിയമം, മാസ് അല്ലെങ്കിൽ പിണ്ഡം, പിണ്ഡ സംരക്ഷണ നിയമം, മാസ് സംരക്ഷണ നിയമം കണ്ടെത്തിയത് ആരാണ്? ലാവോസിയാണ്. അതാണ് രാസസംയോജനത്തിലെ പ്രഥമ നിയമം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയാണ്. ഈ ലാവോസിയെ തന്നെയാണ് ആര്? നമ്മുടെ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ലാവോസിയാണ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ്. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? ഓപ്ഷൻ ആറ്റം, തന്മാത്ര, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഏതായിരിക്കും? യെസ്, ആറ്റമാണ്. ഓപ്ഷൻ എ ആറ്റം. ആറ്റമാണ് ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ആറ്റമാണ്. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ. സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഓപ്ഷൻ ആറ്റം, തന്മാത്ര, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി തന്മാത്രയാണ് എന്ത്? സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു അല്ലേ? ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹുആറ്റോമികം ഡിസ്കസ് ചെയ്യാൻ സമയത്ത് നമ്മൾ പറഞ്ഞു. തന്മാത്രയുടെ ഡെഫിനിഷൻ, നിർവചനം ഇതായിരുന്നു. സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിന്റെയും ഓക്സിജന്റെയും അനുപാതം. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിന്റെയും ഓക്സിജന്റെയും അനുപാതം എന്താണെന്ന ചോദ്യം. ഏതാണ്?
നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ രാസസൂത്രം CO2 എന്നാണ്. അപ്പൊ കാർബണും ഓക്സൈഡും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഓപ്ഷൻ 1:2, 2:1, 1:1, 1:3. ഏതാണ്? ഓപ്ഷൻ എ 1:2 ആണ്. കാരണം കാർബൺ ഒന്നും ഓക്സിജൻ രണ്ടുമാണ്. അതാണ് CO2, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ 1:2 ആണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിന്റെയും ഓക്സിജന്റെയും അനുപാതം 1:2. ഓക്കെ. 14ാമത്തെ ക്വസ്റ്റ്യൻ. സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രമാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം എന്താണ്? ഓപ്ഷൻ എ HNO3, H3PO4, H2SO4, HCl. ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ സി H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം. എന്താണ്? സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം H2SO4 ആണ്. അപ്പൊ HNO3 ഏതാണ്? നൈട്രിക് ആസിഡിന്റെ രാസസൂത്രമാണ് HNO3. H3PO4 ഫോസ്ഫോറിക് ആസിഡ് ആണ്. H2SO4 സൾഫ്യൂരിക് ആസിഡ്, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. മൂലകങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? മൂലകങ്ങൾ കണ്ടുപിടിച്ചത്, മൂലകങ്ങൾ എന്ന പദം ഉപയോഗിച്ചതൊക്കെ ആരാണ്? ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ മൈക്കിൾ ഫാരഡേ, റോബർട്ട് ബോയിൽ, ജോൺ ഡാൾട്ടൺ, ലാവോസിയർ. ആരാണ്? യെസ്, ഓപ്ഷൻ ബി റോബർട്ട് ബോയിലാണ് മൂലകങ്ങൾ കണ്ടുപിടിച്ചത്. മൂലകങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു എന്നും കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബോയിലാണ്. ഇദ്ദേഹമാണ് രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ബോയിലാണ്. കെമിസ്ട്രിയുടെ പിതാവ്, രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ്. എന്നാൽ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ലാവോസിയയാണ്. ഓപ്ഷൻ ഡിയിലുള്ള ലാവോസിയാണ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്. ലാവോസിയയാണ്. എന്നാൽ രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? റോബർട്ട് ബോയിലാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണ് മൂലകങ്ങൾ കണ്ടുപിടിച്ചത്, അഥവാ മൂലകങ്ങൾ എന്ന പദം ഉപയോഗിച്ചത്. നമ്മുടെ വിഭജിക്കാൻ കഴിയാത്ത ഏറ്റവും അടിസ്ഥാനപരമായ ശുദ്ധ പദാർത്ഥമാണ് മൂലകങ്ങൾ. അവയെ കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബോയിലാണ്. ഇദ്ദേഹമാണ് രസതന്ത്രത്തിന്റെ പിതാവ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ലാവോസിയയാണ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പാർട്ട് 2-ൽ ഭാഗം 2-ൽ ആറ്റത്തിന്റെ ഘടനയും എന്ന് പറയുന്ന ഈ പോർഷന്റെ ഭാഗം 2-ൽ കാണാവുന്നതാണ്. ഓക്കെ, ബൈ.